നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 നവംബർ മാസം 14-ാം തീയതി 1200-ാം ആണ്ട് തുലാമാസം 29-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് അശ്വതി നക്ഷത്രമാണ്. വ്യാഴാഴ്ച അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ഒപ്പം വ്യാഴാഴ്ചയും. വ്യാഴം എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ ഇന്ന് ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ്. നല്ല നക്ഷത്രം കൂടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് എന്ത് ശുഭകാര്യത്തിനും ഇറങ്ങാം. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനത്തിന് വല്ലതും ശ്രമം തുടർന്നാൽ അത് നമുക്ക് പെട്ടെന്ന് ലഭിക്കും. അതുപോലെ ബാങ്ക് ലോണിനോ അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾക്ക് തുനിയാവുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അത് മനസ്സിലാക്കി ഇന്ന് ശരിക്ക് പ്രവർത്തിച്ചുകൊള്ളുക. കാരണം ഏറ്റവും നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അതുപോലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. എത്ര ബാധ്യതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾക്ക് കുറേ സാമ്പത്തിക മേന്മയുണ്ടാവും. കുറേ കടബാധ്യതകൾ തീർക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പുരോഗതിക്കിട വരുത്തും. സാമ്പത്തികമായി നേട്ടം ഉണ്ടാവും. ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവും. അത്രയ്ക്ക് പുരോഗതിയെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷവും. ഇപ്പോൾ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ല സമയമാണ്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് വരും. ഊഹ കച്ചവടങ്ങളിൽ ഇടപെടാൻ, ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ വസ്തു കച്ചവടമോ ഒക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റൊക്കെ നടക്കുന്നവർക്ക് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അപ്പോൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളുക. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹുകാല സമയം നോക്കി വേണം ഓരോന്നിന് ഇറങ്ങാൻ. കലണ്ടറിൽ 1:30 മണി മുതൽ 3 മണി വരെ രാഹുകാലം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 1:36 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 3:06 വരെ രാഹുകാല സമയമുള്ളൂ. അപ്പോൾ രാഹുകാല സമയം നമുക്ക് യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. അതുപോലെ നമുക്ക് ഒന്നിനും എടുക്കാൻ വയ്യാത്ത 2 സമയങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. അതിലിന്നും ഗുളികകാല സമയം വരുന്നത് 9:16 തൊട്ട് 10:42 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:22 തൊട്ട് 7:49 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുകയേ ഉള്ളൂ. ഇന്ന് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തത്തിന് മറ്റ് ഗ്രഹങ്ങളുടെ പ്രവർത്തനമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ല ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും വളരെ ഐശ്വര്യപൂർണ്ണമാണ്. അപ്പോൾ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഇന്ന് എന്ത് കാര്യത്തിന് വേണോ എടുക്കാം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെ 48 മിനിറ്റ് നേരം അഭിജിത്തിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ഈ സമയം മറ്റ് ഗ്രഹങ്ങളുടെയോ ഗുളികൻ്റെയോ രാഹുവിൻ്റെയോ ഒരു യമകണ്ഠൻ്റെയോ ബന്ധമില്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ഫലസിദ്ധി കിട്ടും. ഇന്ന് ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രത്തിൻ്റെ കൂടെ മഞ്ഞ കളറ് ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമാണ്. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അതുപോലെ ശരിക്ക് ചന്ദനപ്പൊട്ട് തൊടുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും ഈ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം മഹാഗുരുവിൻ്റെ സഹായത്താൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.